കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചേർത്തല ഉപജില്ലാ യാത്രയയപ്പ് സമ്മേളനം നടന്നു. ചേർത്തല ഗവൺമെന്റ് ടൗൺ LP സ്കൂളിൽ നടന്ന സമ്മേളനം KSTA ജില്ലാ സെക്രട്ടറി PD ജോഷി ഉദ്ഘാടനം ചെയ്തു. KSTA ചേർത്തല മേഖലാ പ്രസിഡന്റ് C സതീഷ് അധ്യക്ഷത വഹിച്ചു. വിജു V സ്വാഗതം പറഞ്ഞു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ TJ അജിത്, NR സീത, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ V സന്തോഷ്, MV സാബുമോൻ, NS ശ്രീകുമാർ, KR ശ്രീബു, ശിവരാമകൃഷ്ണൻ, AM സ്നേഹലാൽ എന്നിവർ സംസാരിച്ചു. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ വർഷം PSC വഴി നടത്തിയ നിയമനങ്ങളുടെ ഒരു കണക്ക് വാട്സപ്പുകളിലൂടെ നിങ്ങൾ എല്ലാവരും കണ്ടു. ജനസംഖ്യയുടെ 1.something മാത്രം ഉള്ള ഈ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് PSC വഴി നടത്തിയ മുഴുവൻ നിയമനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ 42% കഴിഞ്ഞ വർഷം കേരളത്തിൽ നടന്നു. ബാക്കി 97% വരുന്ന നമ്മുടെ ഇന്ത്യയിലെ ഭൂപ്രദേശത്ത് ബാക്കി 58% ആളുകളെ നിയമിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ശതമാനമൊക്കെ പറയുമ്പോൾ അതിന്റെ വ്യത്യാസം വലിപ്പമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ചിന്തിക്കേണ്ടി വരും. ഈ കേരളത്തിൽ ഇന്നും PSC വഴി നിയമനം നടക്കുകയാണ്. ദിവസവും നിയമനം. ഇപ്പോ അജിത്തൊക്കെ ഒരു ടീച്ചറുടെ നിയമനം വന്നപ്പോൾ നമുക്ക് കാര്യമായിട്ട് സഹായം ചെയ്യാൻ കഴിഞ്ഞില്ല, ചില പരിമിതികളുണ്ട്. ഇങ്ങനെ നടക്കുകയാണ് ഓരോ ദിവസവും. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സഹോദരിമാർ പ്രത്യേകിച്ചും ദിവസവും PSC ഓഫീസിലും DD ഓഫീസിലും വന്ന് അടുത്ത നിയമനത്തിന്റെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവർ, ഇത് കേരളത്തിൽ മാത്രമേ നടക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ഈ കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്ത് ഈ പരിപാടികളൊന്നുമില്ല. PSC എന്ന് പറയുന്ന സംവിധാനങ്ങൾ വെറും നോക്കുകുത്തിയാണ്. UP-യിലാണെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം നടന്ന PSC നിയമനം 32 പേരെ ഒരു സംസ്ഥാനത്ത് ആകെ ഒരു വർഷം നിയമിച്ച UP. ഈ കേരളത്തിലോ ആയിരക്കണക്കിന് ആളുകളല്ലേ. നമ്മുടെ ഈ ജില്ലയിൽ തന്നെ 100-200-ലേറെ ആളുകളെ അധ്യാപക മേഖലയിൽ മാത്രം നിയമിച്ചിരിക്കുക. അപ്പൊ ഈ ഒരു സംവിധാനം എങ്ങനെ നിലനിൽക്കുന്നു? അതിന്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ ഈ ഗവൺമെന്റും പൊതുവിദ്യാലയങ്ങളെ പൊതുവായിട്ടുള്ള എല്ലാവരെയും സംരക്ഷിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുള്ള ഒരു ഗവൺമെന്റ്. മുൻകാലങ്ങളിൽ വന്നുള്ള ഗവൺമെന്റ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകുകയും അവരുടെ സേവനം ഏറ്റവും മികച്ച നിലയിൽ സമൂഹത്തിന് നൽകണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ജീവനക്കാരെയും അധ്യാപകരെയും ഒക്കെ വളരെ കരുതലോടെ കാണുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഏറ്റവും മികച്ച ഒരു വേതന ഘടനയുടെ അവകാശികളായിട്ട് നമ്മൾ മാറുകയാണ്.